അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു RC ട്രാക്ക്ഡ് വെഹിക്കിൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WPL എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ E1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മാസത്തോളം ആയിട്ടുള്ള അപ്പോൾ ഒരു ഫ്രഷ് പീസാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഫ്രഷ് പീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇന്ത്യയിലെ ആദ്യത്തേതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഷിപ്പ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അൺഒഫീഷ്യലായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ മാത്രമേ ഇവിടെ ഇന്ത്യയിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വല്ല അലിബാബ വഴിയോ അങ്ങനെ വല്ല തേർഡ് പാർട്ടി വഴിയോ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ WPL E1 എന്ന് പറഞ്ഞിട്ടുള്ള RC ട്രാക്ക്ഡ് വെഹിക്കിളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ WPL ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. നമ്മൾ മാക്സിമം അവരുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. കാര്യം അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും നാളായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യുന്നുണ്ടായില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ WPLൻ്റെ വേറൊരു കാറ് നമ്മൾ ഇതിന് മുമ്പ് ഒരു RC കാർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. C24-1 എന്നായിരുന്നു അതിൻ്റെ മോഡൽ. അത് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവരവിടെ ഷിപ്പ് ചെയ്യുന്നുണ്ടായില്ല. അതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു അലിബാബ വഴിയോ അല്ല മേക്കർ ഫെയർ വഴിയായിട്ടാണ് അത് ഓർഡർ ചെയ്തതെന്ന്. സോ നമുക്ക് എന്തായാലും ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തേതാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അല്ലേ, അതിനൊരു തെളിവും കൂടെ വേണം. സോ നമുക്ക് നമ്മുടെ കാർ എടുക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് സ്റ്റിക്കറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു താങ്ക് യു നോട്ടൊക്കെ തരും. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൂഫ് വേണമല്ലോ, നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ. സോ അതിന് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ WPL RCയുടെ ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വി ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് WPL E1 RTR പർച്ചേസ്ഡ് ബൈ മുഹമ്മദ് ഫൈസൽ. നമ്മുടെ ഓർഡർ നമ്പർ പറഞ്ഞിട്ടുണ്ട് ഈസ് ദ ഫസ്റ്റ് എവർ ഷിപ്പ് ടു ഇന്ത്യ ഫ്രം ദി ഒഫീഷ്യൽ സ്റ്റോർ ഓഫ് WPL RC. വിളിച്ചില്ലേ? ബാക്ക്ഗ്രൗണ്ട് മറ്റേ മ്യൂസിക്കും കൂടി ഇട്ട് കൊടുത്തതിന് അടിപൊളിയാണ്. താക്കി ലൈഫിൻ്റെ അല്ലേ, നമ്മൾ ഇത്തിരി ഓവർ ആക്കുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് WPL 1/16 ട്രാക്ക്ഡ് വെഹിക്കിൾ 2.4 GHz RC ആണ്. അതുപോലെ തന്നെ ഓൾ ടെറൈൻ ആണ്. പ്രൊപ്പോർഷണൽ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രൂ ടു സ്കെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ഗാസ് 71 എന്ന് പറഞ്ഞിട്ട് ഒരു ആർമേഡ് പേഴ്സണൽ ക്യാരിയർ ഉണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെയിൽഡ് പാർട്സ് ആണ് അത്യാവശ്യം. നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അനക്കിയപ്പോൾ തന്നെ പുലിക്കോക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. 7.4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയാണ്. അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല. വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. സൈഡിലൊന്നും ഇല്ല. ഓക്കെ, അത് ബോക്സ് വലുതായത് കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് തുറക്കാം. അതുപോലെ തന്നെ ബോക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രം ചെറിയൊരു ഡാമേജ് പോലെ ഉണ്ട്. ബാക്കിയുള്ള ഒരിടത്തും വലിയ ഡാമേജുകളോ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു ഔട്ടർ ബോക്സ് ഉണ്ടായിരുന്നു, അതിലും വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. സോ ഓൾമോസ്റ്റ് നല്ലതാണ് തന്നെ പറയാം. നല്ല കണ്ടീഷനിൽ തന്നെ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് ടാക്സ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ സൈഡിലൊക്കെ സ്റ്റിക്കർ ഉണ്ട്. ടാക്സ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തപ്പോൾ എനിക്ക് ടാക്സ് ഒന്നും വന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നെടുക്കാം സാധനത്തിന്. ഒരു മിനിറ്റ്, കറക്റ്റ് ചെയ്ത് ഓർഡർ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചെടുക്കാം. ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്താണ് നമ്മുടെ ഇതിരിക്കുന്നത്. തലയിടിച്ചായിരിക്കും മിക്കവാറും ഞാൻ തുറന്നേക്കാം. ഓക്കെ, ഇല്ല, കറക്റ്റായിട്ട് തന്നെ തുറന്നിരിക്കുന്നത്. ഓക്കെ, ബോക്സിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ ബോക്സിന് നമുക്ക് മാറ്റി വെച്ചേക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡിലും കൂടി, ഈ പ്ലാസ്റ്റിക്കിൻ്റെ 2 സൈഡിലും കൂടി സ്റ്റിക്കർ ഉണ്ട്. അതും കൂടെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേണ്ട പൊളിച്ചെടുത്തോളാം. അപ്പോൾ ഇതാണ് നമ്മുടെ WPL E1 എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ട്രാൻസ്മിറ്റർ വരുന്ന ഇതാണ്. നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ട് മാറ്റാമെങ്കിൽ തന്നെ കുറേ സ്ഥലം കിട്ടും. ബാക്കി അതിനകത്ത് കുറേ പാർട്സുകൾ വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് രണ്ടും മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചേക്കാം. കാര്യം നമ്മുടെ ബട്ടൺ മാപ്പിങ്ങിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ഈ
ടോട്ടലും സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ടേൺ റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ അതിന് ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്തായാലും വായിച്ചിട്ട് എന്തായാലും അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്തൊക്കെ ബാക്കി വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പാർട്സിനൊരു കവർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഡോറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരുവിധപ്പെട്ട സാധനങ്ങൾ അൺഅസംബിൾഡായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഡോറൊക്കെ ഇവിടെ കണ്ടറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്യാപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ വെക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിലുള്ള ഈ ഒരു പോർഷൻ ഊരി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഊരി മാറ്റി ഈ കാനോപ്പി ഊരി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യമുള്ളൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ ഒരു ആർമേഡ് ക്യാരിയറാണ്. നമുക്കിവിടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്കിനുള്ളൊരു ഓപ്ഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ മഡ് ഗാർഡ് പോലെ ഉണ്ട്, അതും പ്ലാസ്റ്റിക് ആണ്, അനങ്ങൂല. ഓക്കെ, ഇവിടെയും ഫ്രണ്ടിലും ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വാണിംഗ് കൊണ്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ സ്ക്രൂസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഉണ്ടോ സ്പ്രിംഗ് ടൈപ്പ് ഒരു സസ്പെൻഷൻ വരുന്നുണ്ട്. ഈ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ ട്രാക്സ് ആണ്. ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് മെറ്റൽ പാർട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഡോറ് തുറന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.4 വോൾട്ടിൻ്റെ 600 mAh ബാറ്ററിയാണ്. ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, കമ്പാർട്ട്മെൻറ്റ് തുറക്കാം. അതുപോലെ തന്നെ ഇതാണ് ബാറ്ററി കണക്ടർ. ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ബാറ്ററി കണക്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. ഇങ്ങനെ ഇടാൻ വേണ്ടി പറ്റും. ബാറ്ററി അങ്ങോട്ട് ഇടുക, അതിന് ശേഷം കണക്ട് ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ അടച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്സറീസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, പാർട്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 വൈപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡമ്മി ലൈറ്റാണ്, ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഡോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു കവറുണ്ട്. ഈ ഒരു കവർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രില്ല് പോലെ സാധനം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫാൻ പോലത്തെ 2 സാധനമുണ്ട്. എൻജിൻ ഫാൻ പോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ അത് രണ്ടും ഉണ്ട്. അത് നമുക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈ ഒരു സാധനം വെച്ച് കൊടുക്കും, പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതുപോലെ തന്നെ ഗ്രില്ല് പോലെ തന്നെ ഈസി ആക്സസിന് വേണ്ടിയിട്ട്. പിന്നീട് വരുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ കവറുകളുണ്ട്. അപ്പോൾ ഈ സൈഡിൽ 6 ഉണ്ട്, അപ്പുറ സൈഡിലും 6 ഉണ്ട്. അപ്പോൾ 12 ഉണ്ട്. ഇതിടാനൊരു ഇത്തിരി പാടായിരുന്നു, കാര്യം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാനോപ്പി ഇടുമ്പോൾ നമുക്ക് തുറക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ പണി തൊട്ടിട്ടാണ് തുറന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കാനോപ്പി ഊരി വെച്ചിട്ട് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഞാനിപ്പോൾ ബാറ്ററി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ ചാർജൊന്നുമല്ല, ചെറിയൊരു ചാർജേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കയറിയിരിക്കും. അതിന് മാത്രം വലിയ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് വലിയൊരു ബാറ്ററി ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താഴത്തായിട്ട് ഡെപ്ത് കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ലൈറ്റ് ഒന്നുമില്ല. ഓക്കെ, ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ റിമോട്ട് ഓൺ ചെയ്യാം. റിമോട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിയർ ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊപ്പോർഷണലാണ്. നമ്മൾ എത്രത്തോളം തിരിക്കുന്നോ അത്രത്തോളം ഇതിലേ തിരിയുള്ളൂ. ഉണ്ടോ, നമുക്ക് സ്പീഡിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ കൂട്ടാൻ വേണ്ടി പറ്റും. പതുക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ പതുക്കെ തിരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ത്രോട്ടിലാണെങ്കിലും പ്രൊപ്പോർഷണലാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ പതുക്കെ കൊടുക്കുമ്പോൾ പതുക്കെ പോരാം. ഇത്തിരി സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ പോകും. ഓക്കെ, സ്ലോയിൽ കൊടുക്കുന്നു, സ്പീഡിൽ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ട്രാക്ക്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ചെറിയൊരു സ്പീഡേ ഇതിനകത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ റണ്ണിങ് വീഡിയോ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷനും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇട്ടൊക്കെ എല്ലാ പാർട്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 രൂപയ്ക്ക് താഴെയായിരുന്നു വന്നത്. ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് പിന്നെയും മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 6,000 തൊട്ട് താഴെ വന്നായിരുന്നു, 6,000 തൊട്ട് താഴെ വന്നായിരുന്നു. സോ ഇതിൻ്റെ കേപ്പബിലിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടി പാടില്ല. അതെന്തായാലും നെക്സ്റ്റ് വീക്ക് എന്തായാലും നമുക്ക് പുറത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചെറിയ രീതിയിലുള്ള ഒബ്സ്റ്റക്കിളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം പോകുമെന്നുള്ളത്. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.